ചേട്ടാ നമ്മളെങ്ങടെ പോണത് പറ. എങ്ങടൊന്നില്ലാണ്ടൊരു പോക്കാ പോണത്. അറിയില്ല. ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാൻ തോന്നും. അപ്പോൾ അതിൽ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നതാണ് നമുക്ക് നല്ല നല്ല ഫുഡ് എക്സ്പ്ലോർ ചെയ്ത് കഴിക്കുക എന്നുള്ളത്. ഭയങ്കര എക്സ്പ്ലോറേഷൻ ഒന്നും നടന്നില്ലെങ്കിലും ഭയങ്കര എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ലെങ്കിലും നമ്മൾ കുറച്ചൊക്കെ അധികം കഴിക്കാറുണ്ട്. അപ്പോൾ എവിടേക്ക് പോകേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തപ്പോൾ നമ്മൾ എപ്പോൾ നോക്കിയാലും നല്ല ഇടയ്ക്കിടയ്ക്ക് പോകുന്ന സ്ഥലമാണ് കലൂർ സ്റ്റേഡിയത്തിനടുത്തുള്ള വൈറ്റ് ഹൗസ് കേട്ടോ. അപ്പോൾ നമ്മൾ വൈറ്റ് ഹൗസിലെത്തി. ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. നമ്മൾ വേറെ ഡിഫറെൻറ്റ് ഡിഷസൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചേട്ടൻ എന്താ ഓർഡർ ചെയ്തത്? ലക്ഷ്മി നീ എന്താ ഓർഡർ ചെയ്തത്? അല്ല നീ എന്താ ഓർഡർ ചെയ്തത്? ഞാൻ കാന്താരി തവ. അതിനുശേഷം നമ്മുടെ ഫുഡൊക്കെ വന്നത് ഫസ്റ്റ് എൻ്റെ നന്ദച്ചേട്ടനെയാണ് ഫുഡ് വന്നത്. പക്ഷെ നമ്മളെ കൊണ്ട് കഴിക്കാൻ പറ്റില്ല. എല്ലാവരുടെയും വരുന്നവരെ നമ്മൾ ആ വായ പൊളിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും വന്നതിന് ശേഷം സ്റ്റോറിക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ എടുക്കുക, അല്ലാണ്ട് സൂക്ഷിച്ച് വെക്കാനുള്ള ഫോട്ടോ എടുക്കുക, അതിൻ്റെ ഒക്കെ തിരക്കിലായതുകൊണ്ട് നമ്മൾ കുറച്ചേരം ഒരു 10-15 മിനിറ്റ് ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്തായിരുന്നു. പിന്നെ അതിനുശേഷം കഴിക്കണം തുടങ്ങുമ്പോഴേക്കും പിന്നെയും ഓരോരുത്തരും ഇങ്ങനെ മാറി വീഡിയോ എടുക്കുകയായിരുന്നു. ഏറ്റവും അവസാനം നമ്മൾ കഴിച്ച് കഴിഞ്ഞ് പ്ലേറ്റൊക്കെ കാലിയാക്കി. കണ്ടില്ല അവസ്ഥ? ഇത്രയും വലിയൊരു യുദ്ധക്കളമായിരുന്നു ആ ഒരു ടേബിൾ എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം നമ്മൾ ലക്ഷ്മിക്കുട്ടി സാരില്ല നമ്മളൊക്കെ നമുക്കിങ്ങനെ ഇഷ്ടമുള്ള ഫ്രണ്ട്സിനൊക്കെ വെറുതെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതിനുശേഷം ഞാനൊരു ഉപ്പ് സോഡയാണ് കേട്ടോ പറഞ്ഞത്. എനിക്ക് ഉപ്പ് സോഡയും അതേപോലെ തന്നെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനൊരു ഉപ്പ് സോഡ പറഞ്ഞു. പിന്നെ ഞാൻ പുറത്തിറങ്ങിയത് ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അതാണ് കൊട പിടിച്ചുകൊണ്ട് നിൽക്കണത്. പിന്നെ എങ്ങനെയാ തിരിഞ്ഞു നോക്കണോ? സമയം ഇപ്പോൾ 7 മണി. സബ്സ്ക്രൈബ് മൈ ചാനൽ വണ്ടർലെസ് പീപ്പിൾ. പിന്നീട് നമ്മുടെ അതിൽ പോകുമ്പോൾ അവൻ ബൈക്കുമ്പോൾ പോകണോണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഗെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അതിനൊരു ഡയലോഗ് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല. ഗർഭശ്രീമ എന്നാണ് അവൾ പറഞ്ഞിട്ടുണ്ടാകുന്നത് ലക്ഷ്മി. നമ്മളെല്ലാവരും ഓട്ടോയിൽ കയറിയിരുന്നു, ടാറ്റൊക്കെ പറഞ്ഞ്. പിന്നെ ഓട്ടോയിൽ കയറിയപ്പോൾ മൊത്തം പാട്ടായിരുന്നു കേട്ടോ. എന്റെ പൊന്നു മോളാണ്, പെണ്ണാണ്, കരളാണ്, കാട്ടുപൂവിൻ കണ്ണി തേനാണ്. ഈ പാട്ട് ഇതിൽ വെക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചത്. പിന്നെ നല്ല രസമില്ലേ ആ മഴയത്ത് നമ്മളിങ്ങനെ പോകണം. ആ വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് ഇതിൽ ആഡ് ചെയ്തത്. ഞാൻ ഇതിനേക്കാൾ നന്നായിട്ട് പാട്ട് പാടും ഗൈസ്. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. ആ ഒരു രാത്രി സമയത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും ഒരു 7:30 സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നല്ല രസമായിരുന്നു ആ ഒരു വൈബ്. പിന്നീട് നന്ദുചേട്ടൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി. നന്ദുചേട്ടൻ നന്നായിട്ട് പാട്ട് പാടും. അപ്പോൾ എനിക്കിങ്ങനെ പാട്ട് കേൾക്കാനും പാട്ട് പാടാനൊക്കെ ഭയങ്കര ഇഷ്ടം. പിന്നെ നമ്മൾ പോണ വഴിയിൽ നോക്കുമ്പോൾ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ ഒരു കണ്ടില്ല ഒരു പട്ടിക്കുട്ടി അതിനിങ്ങനെ തലവടിക്കൊണ്ടിരിക്കുന്ന ഒരാളായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ ഒരു ഫ്രെയിം. എനിക്ക് പട്ടികളെ പേടിയാണ്, പേഴ്സണലി പേടിയാണ്. പക്ഷേ ഇങ്ങനെ ആൾക്കാരിങ്ങനെ കൊഞ്ചിക്കണ കാണുമ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടം തോന്നും. പിന്നെ അതിനുശേഷം നമ്മൾ ടൗൺ ഹാളിൻ്റെ പാലാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. വീട്ടിൽ പോകാനുള്ള സമയമായി. അപ്പോൾ ഇത്ര നേരം അടിച്ച് പൊളിച്ചിട്ട് പെട്ടെന്ന് അത് തീർന്നപ്പോൾ നമുക്ക്
സംഭവം ഫുഡ് കഴിക്കാനാണ് പോയെങ്കിലും ആ ഒരു വൈബ്, നമ്മളുടെ ഫ്രണ്ട്സൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുക, തമാശകൾ പറയുക, ഫുഡ് കഴിക്കുക, അതൊക്കെ നല്ലൊരു വൈബാണ്. അപ്പോൾ ഒരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു നൈറ്റായിരുന്നു കേട്ടോ എനിക്കത്. ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടെങ്കിലും ഇത്ര ഇങ്ങനത്തെ ഒരു വൈബ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് അതിന് ശേഷം ഞാൻ ഇറങ്ങി. ടാറ്റ ബൈ ബൈ. ഓക്കെ ബൈ. തെന്നലായി തണലായി ഇനിയാരോ ഇവളോ, അറിയാതൊരു മൽപ്പീലി തിരയുന്നു തമ്മിൽ നാം, കാണാതിരുന്ന നേരമാകെ തന്നെയായി നാം, മഴ പാടും കുളിരായി വന്നതാരോ ഇവളോ, തെന്നലായി തണലായി ഇനിയാരോ ഇവളോ.